പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്
നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇന്ന് എടുക്കണതേ മർക്കോസിന്റെ സുവിശേഷം 16:15. അവൻ അവരോട് പറഞ്ഞു, ഈ പുനരുദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ചെകുത്താനെ സഭയിൽ പ്രവേശിച്ച ഒരു വാതിലാണത്. എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചില പ്രൊഫസർമാർ പറയും, ഇത് മാർക്കോസിൻ്റെ സുവിശേഷമല്ല, ഇത് ശിഷ്യന്മാരാരാണ്ട് പിന്നീട് 16-ാം അധ്യായം എഴുതി ചേർത്തതാണെന്ന്. അന്ന് അവിടെ വെച്ച് ഈ പ്രൊഫസറുമായിട്ട് വാഗ്വാദം ഉണ്ടാകും. വാഗ്വാദം എന്ന് പറയുന്നത്, എൻ്റെ വിഷയം എന്ന് പറയുന്നത്, സാത്താൻ സഭയിൽ കയറണത് ഇവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം അതിനൊരു വിഷയം എന്ന് വെച്ചാൽ, ഇത് വലിയ പ്രബുദ്ധതയാണ്, ഏറ്റവും അപ്ഡേഷനുള്ള ദൈവശാസ്ത്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് സ്വന്തം അംഗത്വം ആഘോഷിക്കാൻ കൊള്ളാമെന്നല്ലാതെ സഭയ്ക്ക് ആ കണ്ടുപിടുത്തം കൊണ്ട്, ആ നരകം പിടിച്ച കണ്ടുപിടുത്തം കൊണ്ട് സഭയ്ക്ക് ഒരു പ്രയോജനമില്ല. എന്താ കാര്യം? ഇവർ ഇതോടുകൂടി സുവിശേഷ വേലയ്ക്ക് എൻ്റെ ഫീസൂരി കളഞ്ഞു. ഇന്ന് നോക്കിയാൽ മതി, ഇന്ന് പല മിഷണറിമാരും പറഞ്ഞത് എന്താണ്, നമ്മൾ മൂല്യങ്ങൾ മാത്രം, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ മാത്രം കൈമാറ്റം ചെയ്താൽ മതി, അതാണ് സുവിശേഷം എന്നും പറഞ്ഞ് എന്നാ ചെയ്യും? ക്രിസ്തു പറയാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. അതൊരു മിഷൻ തളരും. മൂല്യം എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരും മൂല്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ. നിങ്ങൾക്ക് തോന്നരുത് ക്രിസ്തു ഒരു മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം തരാൻ വേണ്ടിയാണ് കേട്ട മനുഷ്യൻ ഇവിടെ മനുഷ്യരാശിക്ക് മൂല്യമൊന്നും ഇല്ലാഞ്ഞിട്ടേ, മൂല്യം ആഡ് ചെയ്യാൻ, വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം നടത്തിയതെന്ന് തോന്നിപ്പോകും. അത് എല്ലാം ഒരു ഫ്ലക്ച്വേഷനാണ്, വിശ്വാസത്തിൻ്റെ ഫ്രസ്ട്രേഷനാണ് അതെല്ലാം. കാര്യം ആര് ഫോർമുലേറ്റ് ചെയ്താലും ആദിമസഭയുടെ പ്രോഡക്റ്റ് അല്ലേ ഇത്. എക്സ് ഓർ വൈ, ഇനി മർക്കോസ് അല്ല ശിഷ്യനാണെന്ന് പറഞ്ഞാലും സഭ കൈയേൽപ്പിച്ചു തന്നാണിത്. അപ്പം എന്താണ്? സഭയുടെ വിശ്വാസമാണത്. അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ ഇവരാരാ? അതിൻ്റെ വിഷയം എന്ന് പറയണത് അക്കാഡമിക്കായിട്ടല്ല ഈ വിഷയത്തെ കാണുന്നത്. ഇതിൻ്റെ വിഷയം, ഇതിനൊരു അഭിഷേക തലമുണ്ട്. അതാണ് എൻ്റെ ഇന്ധനം എന്ന് പറയുന്നത്. മൂല്യം ഇവിടെ ഇല്ലാഞ്ഞിട്ട്, മൂല്യം ഇല്ലാതെ വന്നിട്ട് മനുഷ്യരാശിക്ക് മൂല്യം ഇല്ലാഞ്ഞിട്ട്, മൂല്യം കൊറിയർ ചെയ്യാൻ വേണ്ടി, ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്താണെന്ന് പറഞ്ഞാൽ ഈശോനെ റെഡ്യൂസ് ചെയ്ത് ചുമ്മാ ഒരു വാല്യൂ ആക്കി കളയും. ഈശോ വാല്യൂ അല്ലല്ലോ, രക്ഷാകരമായ വചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. ഞാനൊരു മൂല്യമാണെന്ന് ഈശോ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഈശോ പറയാത്ത കാര്യം ഈശോയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് ഇവർ കർത്താവിൻ്റെ ദൈവിക പദ്ധതിയുടെ ഫിസൂരണ പിശാചിൻ്റെ പ്രവർത്തനമാണത്. എന്താ കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ മണിമേഖല എന്നറിയാം, നിങ്ങൾക്ക് പഴയൊരു പുസ്തകമാണ്, നമ്മുടെ സംഘകാലത്തെ പുസ്തകമാണ്, കർത്താവിൻ്റെ കാലത്ത് ഇവിടെ എഴുതിയ പുസ്തകമാണ്, ചിലപ്പതികാരവും. ഈ രണ്ട് പുസ്തകത്തിലും പറയണ ഒരു രാജാവുണ്ട്. അയാൾ ചോഴ രാജാവ്. അയാൾ കാവേരിപ്പും പട്ടണത്തിൻ്റെ അധികാരിയായിരുന്നു, ചോഴ സാമ്രാജ്യത്തിന്. ഈ മണിമേഖലയിലും അതുപോലെ തന്നെ ചിലപ്പതികാരത്തിലും പറയുന്ന ഈ ചോഴൻ, പൂകാർ പട്ടണത്തിൻ്റെ ചക്രവർത്തി, അയാളുടെ പേരിലുള്ള കഥയാണ്. ഇതൊരു ദ്രാവിഡ കഥയാണ്. അപ്പോൾ അതിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു കഴുകൻ ഒരു പ്രാവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോഴേ ഇയാൾ അതിനെ രക്ഷിക്കും. കാര്യം അഹിംസ എന്നുള്ള ഒരു വലിയ സംഭവം ഇന്ത്യയുടെ ഒരു സംഭാവനയാണ് അഹിംസ. അതിവിടെ കൊണ്ടുവന്ന് ജൈനമതക്കാരാണ്. അപ്പോൾ ഈ പൂകാ ചക്രവർത്തിയുടെ കരികാല ചോഴൻ എന്ന് പറയുന്ന ആള്, അല്ല കരികാല ചോഴനല്ല, ചോഴൻ, പൂകാ ചക്രവർത്തി അദ്ദേഹം ഒരു ജൈനമതക്കാരനാണ്.
അപ്പോൾ ഈ പ്രാവിൻ്റെ ജീവൻ രക്ഷിക്കണം അദ്ദേഹത്തിന്. അപ്പോൾ കഴുകൻ അദ്ദേഹത്തോട് പറയും, ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്, അപ്പം ഇതിനെ നീ മാറ്റിയ ഞാൻ പട്ടിണി കിടന്ന് ചാകും, അപ്പോൾ അതും ഹിംസ അല്ലേ, നീ കാരണമല്ലേ ഞാനും മരിക്കാൻ പോണത്, അപ്പോൾ നിനക്കെന്ത് വേണമെന്ന് ചോദിക്കും. പറയണത് എനിക്ക് ഇറച്ചി കിട്ടിയാൽ മതി. അപ്പോൾ ഉടനെ ത്യാഗം സഹിച്ചും സ്വന്തം ആ പ്രാവിൻ്റെ തൂക്കത്തിനോട് അത്രയും രക്തം ചോരയുടെ കൂടി രക്തം എടുത്ത് മുറിച്ചുവിന് കൊടുക്കും. അത് കഥയാണെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ അന്നത്തെ കാലത്തുള്ള മൂല്യമാണത്. നമുക്ക് കേൾക്കുമ്പോൾ കഥയാണെന്ന് അറിയാൻ പറ്റും, പക്ഷേ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ജൈനമതക്കാർ കൊണ്ടുവന്നൊരു മൂല്യമാണത്. അഹിംസ എന്നുള്ള രീതിയിൽ വളരെ ജ്വലിക്കുന്നൊരു മൂല്യമാണ്. അപ്പം അഹിംസ വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒത്തിരി മൂല്യങ്ങളുണ്ടല്ലോ. ത്യാഗമുണ്ട്, ക്ഷമയുണ്ട്, ദയയുണ്ട്. നമ്മൾ പറയുന്നത്, ബൈബിളിൽ പറയുന്ന എല്ലാ മൂല്യങ്ങളും, എല്ലാ വിഷയങ്ങളും ഇവിടെ ഉണ്ടായിരുന്നതാണ്. മറ്റ് രാജ്യങ്ങളുണ്ടായില്ലെന്നല്ല, നമ്മൾക്കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വിഷയം? മൂല്യമല്ല വിഷയം, ദ പേഴ്സൺ ജീസസ്, അതാണ് വിഷയം. പിതാവിൻ്റെ, അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവനും പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർ സ്നാനപ്പെടുത്തുക. എന്താ കാര്യം? ഇതിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം അവരെ അഭ്യസിപ്പിക്കുകയും. ഒരു വാല്യൂ കൺവേ ചെയ്യുന്നതിനേക്കാൾ വലിയ വിഷയമാണ് പാപത്തിന് പരിഹാരമായി ഈശോ നേടിയ രക്ഷ ഇതിൽ അവർക്ക് പങ്കാളിത്തം നൽകുക. അതാണ് ബൈബിളിൻ്റെ മൂല്യം. അല്ലാതെ ആ ഒരു സംഭവത്തെ തൊട്ട് കഴിയുമ്പോൾ അത് പിന്നീട് എഴുതി ചേർത്താണെന്നൊക്കെ പറഞ്ഞാൽ എന്തിനാണ്? പണിക്ക് ഈ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അടവാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി പിടിച്ച് റിസർച്ചൊക്കെ ചെയ്ത് അവരവരുടെ ജീവിതകാലം മുഴുവൻ മിഷണറിയാണെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യും. മിഷൻ മേഖലയിലെല്ലാം തളർച്ചയുണ്ട് നമുക്ക്. അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂല്യമല്ല പ്രശ്നം, കർത്താവായ വ്യക്തിയിലൂടെ സാധിച്ച രക്ഷയാണ് വിഷയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ശ്രീലക്ഷ്മി ആർ. എൻ്റെ അമ്മയാണിത്. ഞങ്ങൾ കോട്ടയത്തുനിന്ന് വരുന്നു. ഞാൻ 2024 മെയ് 8-ാം തീയതി ആയിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ അമ്മൂമ്മ വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ ഒരു ഹിന്ദുവാണ്, എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെയായിരുന്നു ഇവിടെ ആദ്യമായിട്ട് വന്നത്. അന്ന് ഉടമ്പടി എടുത്തു, ഇവിടുന്ന് പോയി. പക്ഷെ ഞാൻ ഉടമ്പടി ഒന്നും പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ ജർമ്മൻ പഠിക്കുന്നതിന് ഒരു മാസം മുന്നേ ആയിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി പുതുക്കേണ്ട സമയം, അപ്പോൾ വീണ്ടും അമ്മൂമ്മ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നു. പക്ഷെ അന്നേരവും എനിക്ക് ഒരു വിശ്വാസം ഇവിടെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് പോയി എൻ്റെ ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എക്സാമിൻ്റെ സമയത്ത് ഒരു 2 ആഴ്ച മുന്നേ എൻ്റെ എക്സാം എടുത്ത് തന്ന എൻ്റെ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, നിനക്കിത് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അതിന് നീ മര്യാദയ്ക്ക് പാലിക്കേണ്ടതുപോലെയാണോ പാലിച്ചത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, ചേട്ടൻ്റെ അനുഭവങ്ങളൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പം പുള്ളി കുറേ കാര്യങ്ങൾ പുള്ളിയുടെ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് അവിടെ ഒരു സ്പാർക്ക് ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്നുള്ളൊരു തോന്നൽ തോന്നി. അങ്ങനെ ഞാൻ അന്ന് ആത്മാർത്ഥമായിട്ടായിരുന്നു മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞാൻ 3 ദിവസം മര്യാദയ്ക്ക് രാവിലെ തന്നെ എണീറ്റ് പ്രാർത്ഥിച്ച് 4-ാമത്തെ ദിവസം ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി കൃപാസനത്തിൽ വന്നു. അന്നേരം വന്ന സമയത്ത് എനിക്ക് എന്തെന്നില്ലാത്തൊരു മാതാവിനോടൊരു അടുപ്പം എനിക്ക് തോന്നി. ഞാൻ വളരെ കരഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ 6ാമത് നിയോഗം എഴുതാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ എഴുതി, ഞാനന്ന് ജർമ്മൻ എക്സാം പോലും എഴുതിയിട്ടില്ല. ഞാൻ എഴുതി, മാതാവേ എനിക്ക് ജർമ്മൻ ടീച്ചറായിട്ടൊരു ജോലി തരണേന്ന്. ഞാൻ അതിന് മുന്നേ കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സാം മൊഡ്യൂളൊന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുന്ന് നിയോഗം സമർപ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഫോൺ വല്ലാണ്ട് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പം ഇവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുത്തില്ല. അതിനുശേഷം ഞാൻ നമ്മുടെ പത്രം വാങ്ങിക്കുന്ന അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നേരെ വാട്സപ്പ് ആയിരുന്നു അത് ഓണായത്. വാട്സപ്പിൽ ഫസ്റ്റ് കിടന്ന മെസ്സേജ്,
ഓഫർ ലെറ്റർ അയക്കട്ടെ ശ്രീലക്ഷ്മി എന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ വിശ്വസിപ്പിക്കാൻ ഞാനുണ്ട് കൂടെ എന്നൊരു ഹിൻഡ് തന്നതാണ് എനിക്ക്. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ കരഞ്ഞുപോയി. അങ്ങനെ ഞാൻ മാതാവിൽ പിന്നെ ഞാൻ ഉഴപ്പിയിട്ടില്ല. എൻ്റെ ഉടമ്പടി ഞാൻ മര്യാദയ്ക്ക് തന്നെ പാലിച്ചു. അങ്ങനെ മെയ് 10-ാം തീയതി, ആക്ച്വലി മെയ് 7-ാം തീയതി ആയിരുന്നു ആദ്യം ഒരു എക്സാം. അത് ഡേറ്റ് മാറി മെയ് 10-ാം തീയതിയിലോട്ടായി. അന്ന് ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതി തിരിച്ചു വന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചിട്ടായിരുന്നു എക്സാമിന് കയറിയേ. അങ്ങനെ എക്സാം എഴുതി തിരിച്ചു വന്നു. ആക്ച്വലി മെയ് 7-ാം തീയതി എക്സാം എഴുതിയ ഒട്ടുമിക്ക പിള്ളേരും പാസ്സായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് മാറിപ്പോയി. മെയ് 10-ാം തീയതി ഞാൻ എഴുതിയപ്പം ഞാൻ പാസ്സായി എക്സാമിന്. അതായത് 2 മൊഡ്യൂൾ എനിക്ക് കിട്ടി. അതിനുശേഷം ഞാൻ നേരെ എക്സാം ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ കുഴപ്പമില്ലാതെ പോവായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് തന്നെ തോന്നി എൻ്റെ ലാംഗ്വേജ് കുറച്ച് പോകുന്നുണ്ട്, ബാക്കി 2 മൊഡ്യൂൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയപ്പം ഞാൻ ഞാൻ ജോലി റിസൈൻ ചെയ്ത് അപ്പം തന്നെ മാതാവ് എനിക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ കയറാനുള്ളൊരു അവസരം തന്നു. അതായത് 1 മാസത്തെ പ്രിപ്പറേഷൻ കോഴ്സ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആക്ച്വലി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സ്പ്രഹനും അതായത് സ്പീക്കിങ്ങോ ഷ്രൈബനോ അല്ലായിരുന്നു. വളരെ ലെവല് നല്ല കൂടിയിട്ടുള്ള സ്പീക്കിങ്ങും ഷ്രൈബനും ഒക്കെ എഴുതുന്ന കുറേ പിള്ളേരെ പരിചയപ്പെടാൻ പറ്റി. അവരിലൂടെ എനിക്ക് എൻ്റെ ജർമ്മൻ ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. അങ്ങനെ ഒക്ടോബർ, മാതാവിൻ്റെ മാസമായിട്ടുള്ള ഒക്ടോബറിൽ തന്നെ എനിക്ക് അടുത്ത എക്സാമിനുള്ള ഡേറ്റ് കിട്ടി. കോലാപ്പൂരായിരുന്നു എക്സാം. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഞാൻ മാതാവിനെയും മുറുക്കെ പിടിച്ചായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കോലാപ്പൂർ ചെന്നു. എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് എന്തെന്നില്ലാതെ ഭയങ്കര ടെൻഷൻ. ഞാൻ മാതാവിനെ ഒരുപാട് വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവേ, എനിക്ക് ടെൻഷനാ, എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ആ സമയത്ത് എൻ്റെ ഡോറിൽ ഒരാൾ വന്ന് നോക്ക് ചെയ്തു, മുട്ടി. അപ്പം ഞാൻ ഡോറ് തുറന്നപ്പം എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയായിരുന്നു അത്. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, മിസ്സ് എല്ലാം പഠിച്ചായിരുന്നോ, ഇത് നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു ടോപ്പിക്ക് കൊണ്ട് തന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷ്രൈബല്ല റൈറ്റിങ്ങിലെ ടോപ്പിക് ആയിരുന്നു അത്, പുതിയത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ചെയ്തിട്ട് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചുമ്മാ മലയാളത്തിലൊന്ന് വായിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ്റെ ഒന്ന് ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് വായിച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം എക്സാമിന് കയറി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത് തന്നെ വരുമെന്ന്. അപ്പം തന്നെ ഞാൻ അങ്ങ് സ്തംഭിച്ചു പോയി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്കിത് അറിയത്തില്ലെന്ന് മാതാവിന് അറിയാലോ, പിന്നെ മാതാവ് എന്തിനാ എനിക്ക് ഇത് തന്നെ തന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, മാതാവിനെ പഴി ചാരിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പം എക്സാം ആണ്, അപ്പം നമ്മൾ എക്സാം എഴുതുക, ടൈം കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോ സെൻറ്റൻസും ആരോ പറഞ്ഞു തരുന്ന രീതിയിൽ എനിക്കിങ്ങനെ എൻ്റെ ചെവിയിൽ വന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ അങ്ങനെ ആ സെൻറ്റൻസുകളെല്ലാം എഴുതി. ആക്ച്വലി നമുക്ക് 2 പേപ്പർ കിട്ടും റൈറ്റിംഗ് എഴുതാൻ. അതിലൊരു റഫ് പേപ്പർ ഉണ്ട്. ഞാൻ റഫ് പേപ്പർ തൊട്ടതേ ഇല്ല, മെയിൻ ഷീറ്റിലോട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. കാര്യം എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ഒന്നും അറിയത്തില്ല. മാതാവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക, അത് ഞാൻ ഡയറക്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ എഴുതി അവസാനത്തെ ഒരു 5 മിനിറ്റിൽ ഞാൻ ജസ്റ്റ് എഴുതിയതൊന്ന് വായിച്ചിട്ട് കുറച്ച് കറക്ഷൻസും ചെയ്തിട്ട് ഞാൻ കുരിശും വരച്ചപ്പം എൻ്റെ പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി. അപ്പോൾ എനിക്ക് ആ എക്സാമിന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം എനിക്ക് അറിയാൻ മേലാത്തൊരു ടോപ്പിക്ക്, കാര്യം അറിയാവുന്നതും പഠിച്ചതും വന്നാൽ പോലും പിള്ളേർ പാസ്സാവാത്ത എക്സാം, എങ്ങനെ ഞാൻ ഇത് പാസ്സാവുമെന്ന് എനിക്കറിയില്ല. ആ എക്സാം ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് സ്പീക്കിംഗ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും പേടിയുള്ളത്. കാര്യം നമ്മൾ ഫേസ് ടു ഫേസ് ഒരാളോട് സംസാരിക്കണം, അത് വളരെ പാടുള്ളതായിരുന്നു. അപ്പം ഞാൻ എക്സാം ഉച്ച കഴിഞ്ഞായിരുന്നു. ഞാൻ ടെൻഷൻ അടിച്ച് ഞാൻ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ കൈയൊക്കെ വേർത്ത് തണുത്തിരിക്കുക. ആ സമയത്ത് ഒരു 20 മിനിറ്റ് മുന്നേ, എക്സാമിന് 20 മിനിറ്റ് മുന്നേ എനിക്ക് എന്തെന്നില്ലാതെ ഉറക്കം വരിക. അപ്പം ഉറക്കം വരുന്ന സമയത്ത് എനിക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു 2 മിനിറ്റ് ഉറങ്ങി പെട്ടെന്ന് ആരോ എൻ്റെ പേര് വിളിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് എണീറ്റു. അപ്പം തൊട്ട് എൻ്റെ കൈ വേർക്കുന്നില്ല, കൈ തണുത്തിട്ടില്ല. ഭയങ്കര കൂളായിട്ട് ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെയായിരുന്നു ഞാൻ എക്സാമിന് കയറിയത്. കിട്ടിയ ടോപ്പിക്കാണെങ്കിലും എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടോപ്പിക്കും. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ ചെന്നു. ഞാൻ തലേ ദിവസം മാതാവിനോട് പറഞ്ഞത്, മാതാവ് എൻ്റെ എക്സാം ഹാളിൽ വരണം, നീല ഡ്രസ്സിട്ട് വരണം എന്ന്.
നമ്മുടെ കൃപാസനം ബുക്കിലെ ഉടമ്പടി പത്രത്തിലെ ആ കറക്റ്റ് നീല ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ടീച്ചർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കറിയായിരുന്നു ഞാൻ എക്സാം പാസ്സായി, സ്പീക്കിംഗ് എനിക്ക് കിട്ടും ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഒക്ടോബർ 12-നായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ജപമാല റാലിയിൽ വന്ന് കൂടി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ജപമാല റാലിയിൽ കൂടുമ്പം അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റായിട്ട് എനിക്ക് എക്സാം. അപ്പം ഞാൻ സ്പീക്കിംഗ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, റൈറ്റിംഗ് കിട്ടൂല എന്നറിയാം, സാരമില്ല നെക്സ്റ്റ് ടൈം പിടിക്കാന്നുള്ള രീതി ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് സ്പീക്കിംഗ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് നടക്കുക. എനിക്ക് അന്നേരം അറിയില്ല, ഭയങ്കര ഊർജ്ജമായിരുന്നു അത് നടക്കാൻ വേണ്ടി. അങ്ങനെ ജപമാല റാലി കംപ്ലീറ്റ് ആക്കി. പക്ഷെ അന്ന് എനിക്ക് റിസൾട്ട് വന്നില്ല. അപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബാഡായി, അയ്യോ കിട്ടിയില്ലേ. അതിൻ്റെ പിറ്റേ ദിവസവും വന്നില്ല. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഇരിക്കുന്ന സമയത്ത് ഞാൻ രണ്ടാമത് എക്സാമിന് ഡേറ്റ് എടുത്തു, അതായത് പഞ്ചാബിൽ ഡേറ്റ് എടുത്തു. കാര്യം ഇത് ഷ്രൈബൻ കിട്ടൂല എന്നറിയാലോ. അപ്പം ഞാൻ പഞ്ചാബിൽ ഡേറ്റ് ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഡേറ്റ് എടുത്തുന്ന ഏജൻറ്റ് എന്നെ വിളിച്ചോണ്ട് റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ച് നോക്കി. പക്ഷെ അറിയാണ്ട് കൈ തട്ടി എടുത്തത് ഓപ്പൺ ആക്കിയത് ഷ്രൈബൻ്റെ റിസൾട്ടായിരുന്നു. ഞാൻ നോക്കുമ്പം 67 മാർക്ക്, 60 പാസ് മാർക്ക്, 7 മാർക്ക് മാതാവിൻ്റെ നമ്പറായിട്ടുള്ള 7. ഞാൻ ഇത് കണ്ടതും എനിക്ക് എന്തായിരുന്നു, ഞാൻ നിന്ന് അവിടെ നിന്ന് കരഞ്ഞു. ട്രെയിനിൽ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക, എന്താ കരയുന്നതെന്ന്. അങ്ങനെ സ്പ്രഹൻ ഓൾറെഡി എനിക്കറിയായിരുന്നു ഞാൻ പാസ്സാകുമെന്ന്. അങ്ങനെ മാതാവ് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഞാനായിരുന്നു ഫസ്റ്റ് പാസ്സായത് ജർമ്മൻ. അങ്ങനെ ഞാൻ ആ യാത്രയ്ക്ക് പോയി. രണ്ടാമത്തെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു, പാസ്സായെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്തു. കാര്യം ഒരു പ്ലേസ് ഓഫ് ബർത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പം അതെന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ച് ഞാൻ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നു. നാട്ടിൽ വന്ന പാടെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അതും മാതാവ് ഇടപെട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എനിക്ക് കാണിച്ചു തന്നു. പലരിലൂടെയും കോട്ടയത്തുള്ളതാണെങ്കിൽ കൂടിയും എന്നോട് കോഴിക്കോടുള്ള ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേർന്നു. അതിനുശേഷം നവംബർ 12 ആയിരുന്നു ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്തത്. നവംബർ 28 തന്നെ എനിക്ക് ഇൻ്റർവ്യൂ റെഡിയായി. ഡിസംബർ ആ ഒരു മാസം ജർമ്മനിയിൽ അവധി ആയതുകൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയില്ല. ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരുന്ന സമയത്ത് ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഉപയോഗിച്ചായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. മാതാവിനറിയാം എൻ്റെ ഒരു കപ്പാസിറ്റി എത്രയാണ്. അപ്പോൾ മാതാവ് അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ മാത്രമേ മാതാവ് എന്നോട് ചോദിച്ചുള്ളൂ. ബാക്കി എല്ലാവരോടും ടഫായിട്ടുള്ളത് ചോദിച്ചപ്പം എന്നോട് വളരെ എളുപ്പമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതൊരു ഇൻ്റർവ്യൂ ആയിരുന്നോ എന്ന് പോലും അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി. അത്രയും സിമ്പിളായിട്ടുള്ളതായിരുന്നു എന്നോട് ചോദിച്ചത്. അതിനുശേഷം ഞാൻ ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പം എനിക്ക് കോൺട്രാക്റ്റ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായിന്ന്. അങ്ങനെ 1 മാസം കൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി. അത് കഴിഞ്ഞൊരു അന്ന് തന്നെ കോൺട്രാക്റ്റ് വാങ്ങിക്കാൻ പോയ അന്ന് തന്നെ എനിക്ക് VFSൽ സ്ലോട്ടും കിട്ടി. എല്ലാം ഭയങ്കര സമയ ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ചെയ്തു തരുന്നത്. കുറേ പിള്ളേർ ജർമ്മനി വേണ്ടിയിട്ട് ഇങ്ങനെ വർഷങ്ങളോളം നടക്കുമ്പോൾ മാതാവ് എന്നെ മാസങ്ങൾ മാത്രമേ നടത്തിയുള്ളൂ. അങ്ങനെ ഞാൻ VFSൽ സ്ലോട്ട് വെക്കാൻ വരുന്ന സമയത്ത് ഇവിടെ വന്ന് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഞാൻ നിന്ന് ശുശ്രൂഷകൾ ചെയ്യുമായിരുന്നു. കാര്യം പ്രത്യേകിച്ച് എനിക്കിനി പഠിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പം മാതാവിലോട്ട് തന്നെ അടുക്കാൻ വേണ്ടി ഞാൻ ഡിസംബർ 7 മാതാവിനെ വന്ന് തൊട്ടു. അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പോയി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് പാസ്പോർട്ടിൽ 7ാമത്തെ പേജിൽ തന്നെ മാതാവ് എനിക്ക് വിസ തരണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഏപ്രിൽ 10 എനിക്ക് പോകാൻ പറ്റണം, അതുപോലെ മാർച്ച് 10 മുന്നേ എനിക്ക് വിസ കിട്ടണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഒപ്പിച്ച് എനിക്ക് ഇന്നാ വിസ വന്നേ. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടാണ് എൻ്റെ വിസ ഓപ്പൺ ചെയ്തേ. കറക്റ്റ് 7ാമത്തെ പേജിൽ തന്നെ എനിക്ക് മാതാവ് വിസ തന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തത് പൊതിച്ചോറ് കെട്ടി ഞാൻ ബസ് സ്റ്റാൻഡിലും ആശുപത്രികളിലും ഒക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഈ റീൽസിലൊക്കെ ഓരോ മക്കൾക്കൊക്കെ അസുഖം വരുന്നത് കാണുമ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പൈസ ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രായമായ അമ്മമ്മമാരെ കാണാൻ പോയിട്ടുണ്ട്. അതുപോലെ വൃദ്ധസദനത്തിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കൃപാസനത്തിൽ വന്നിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കൃപാസന പത്രങ്ങൾ വചനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പരമപിതാവിനും കോടാനുകൂടി നന്ദി. മോള് പറഞ്ഞത് ചുരുക്കിയാണ്, പക്ഷെ അതിനേക്കാൾ ഒരുപാട് കടമ്പകൾ കടന്നാണ് ഞങ്ങളിവിടെ വരെ എത്തിയത്. അമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഞാനൊരു സിംഗിൾ മദറാണ്. എന്നെ സഹായിക്കാൻ അമ്മയല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, ഒരുപാട് നന്ദി.
89 സങ്കീർത്തനം 3 തിരുവചനം. അവിടുന്ന് അരുളി ചെയ്തു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാനൊരു ഉടമ്പടി ഉണ്ടാക്കി. എൻ്റെ ദാസനായ ദാവീദിനോട് ഞാൻ ശപഥം ചെയ്തു, നിൻ്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കുന്നു. ശ്രീലക്ഷ്മിയെ പരിശുദ്ധ അമ്മ ഞെട്ടിപ്പിച്ച ഒരു സാക്ഷ്യമാണിത്. ഇന്നും ശ്രീലക്ഷ്മിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അത്ഭുതങ്ങൾ എങ്ങനെയാണ് സംഭവിക്കാൻ, ഞാനതിനു മാത്രം എനിക്ക് യോഗ്യതയുണ്ടോ? യോഗ്യതയില്ല എന്ന് തന്നെയാണ് ശ്രീലക്ഷ്മി പറയുന്നത്. ഈശോയെക്കുറിച്ചോ പരിശുദ്ധ അമ്മയെക്കുറിച്ചോ യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു മകളാണ്. ആദ്യമായി മറ്റെല്ലാവരെയും പോലെ തന്നെ മകൾ ആദ്യമായി കൃപാസനത്തിലേക്ക് കയറി വന്നപ്പോൾ ഉടമ്പടി എന്തെന്നോ ഈശോ ആരെന്നോ പരിശുദ്ധ അമ്മ ആരെന്നോ യാതൊരു അറിവുമില്ലാതെ കണ്ണടച്ച് വിശ്വസിച്ച ഒരു ദൈവത്തെയാണ് ഇന്ന് ശ്രീലക്ഷ്മി സ്വന്തമായി ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ശ്രീലക്ഷ്മിയെ ആരെന്ത് പറഞ്ഞാലും തൻ്റെ ഈശോ ആരാണെന്നും പരിശുദ്ധ അമ്മ ആരാണെന്നും പേഴ്സണലി ഇന്ന് പറയാനുള്ള ഒരു ഉത്തരം ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഉടമ്പടി ആഴമായി ജീവിച്ചതിൻ്റെ ഒരു തെളിവാണ്. പരിശുദ്ധമ്മ ഇടപെട്ടുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇൻസെൻറ്റീവായി കൊടുത്തിട്ടുള്ള പല അത്ഭുതങ്ങളും ഈ മകൾ വളരെ ഞെട്ടിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഈ മകളുടെ ജീവിതത്തിലുണ്ടായി. ഒരു മെറിറ്റുമില്ലാതെ താൻ കയറി വന്നത്, ഇന്ന് ഞാനൊരു ജർമ്മൻ ട്യൂട്ടറായത്, ഞാൻ പറഞ്ഞ ആ ദിവസത്തിൽ തന്നെ ഡേറ്റിൽ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞ ആ പേജിൽ തന്നെ 7 എന്ന നമ്പറുള്ള പേജിൽ എനിക്ക് വിസ അപ്രൂവലാക്കി തന്നു, സ്റ്റാമ്പ് ചെയ്തു തന്നു. അങ്ങനെയെല്ലാം പരീക്ഷ എഴുതുന്ന സമയത്തായാലും എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി എനിക്ക് ഉത്തരം പറയാനുള്ള സാധ്യതകൾ, അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ മികവും നിറവും എല്ലാം ഈ മകൾക്ക് നൽകിയിരിക്കുകയാണ്. മന്ന കണ്ടപ്പോൾ ഇസ്രായേൽക്കാർ ചോദിച്ചു, ഇതെന്ത്? ഇന്ന് അതിശയിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്, എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ഈശോ നൽകുന്നത്? ഈശോ നമ്മെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പുകൂടിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. നിസ്സാര അസ്വാസ്ഥ്യങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തെ ഡിസ്കണക്റ്റ് ചെയ്യരുത്. നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിഫൈൻഡ് ആവണം നമ്മുടെ ഉടമ്പടി എന്ന് ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചിലരെല്ലാം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എനിക്കത് സാധിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് ഈശോയെ തള്ളി മാറ്റി, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുള്ള ശരണം വേണ്ടെന്ന് വയ്ക്കുന്ന മക്കൾക്ക് വളരെ തകർച്ചകൾ വീണ്ടും, അല്ലെങ്കിൽ ഉടമ്പടിയിലൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ശേഷവും നന്ദി പറയാതെ ജീവിക്കുന്ന ഒരവസ്ഥയിൽ അവൾ വീണ്ടും സങ്കടപ്പെട്ടു പോകുന്നത് നാം കാണുന്നുണ്ട്. നമ്മളൊന്നും അങ്ങനെയാകാതെ എപ്പോഴും ഉടമ്പടി ഒരു ബൈലാറ്ററൽ അഗ്രിമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഈശോയും പരിശുദ്ധമ്മയും വേദനിപ്പിക്കരുത് എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കെപ്പോഴും ഇങ്ങനെ കുറേ നാൾ ജീവിച്ചു കഴിയുമ്പോൾ ഈശോയ്ക്ക് തന്നെ തോന്നി, ശ്രീലക്ഷ്മി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ്, ഈ കുടുംബം എന്നെ ഒരിക്കലും വിട്ടുപിരിയുകയില്ല, എനിക്ക് ഇവരെ വലിയ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കും. വിശ്വസ്തനായ സേവകനോട് 5 താലന്ത് 10 ആക്കി കൊടുത്തവനോട് ദൈവം പറയുന്നത് പോലെ, ഇതാ നിനക്ക് 5 കൂടി തരുന്നു, നിന്നെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായി നിന്നെ ഞാൻ വലിയ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു. അത് നമുക്കൊരു ഇന്ന് ശ്രീലക്ഷ്മിക്ക് ഒരു വലിയ ജർമ്മൻ വിസ നൽകി മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈശോയെ അവിടെ പ്രഘോഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമായി മിഷണറിയായി മകളെ പറഞ്ഞു വിടുകയാണ്. നാം ഓരോരുത്തരും പഠിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളിലൂടെ സഹനങ്ങളിലൂടെയെല്ലാം നമുക്കൊരുപാട് വലിയ വലിയ പഠനങ്ങൾ കൂടി നമുക്ക് നൽകുന്നുണ്ട്. നാം ഉടമ്പടി പഠിച്ചെടുക്കുകയാണ്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ദിസ് ടോപ്പിക് ഈസ് എ വാസ്റ്റ് സബ്ജക്റ്റാണെന്ന് അച്ഛൻ പറയാറുണ്ട്. ശരിയാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും വാത്സല്യവുമെല്ലാം നാം അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് എഴുതി വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒതുക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത്ര വലിയ മഹാകാവ്യത്തിൻ്റെ ഒരു ഉടമ തന്നെയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. നമുക്ക് ഈശോ കൈമാറ്റം നടത്താം, ക്രിസ്തു നമ്മിൽ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജർമ്മൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, വിസ പ്രോസസ്സിംഗ് നടക്കുന്നവരെ, വിസ തടസ്സങ്ങളുള്ളവരെ, ജോലിയില്ലാത്തവരെ, വഴിവിട്ട ജീവിതങ്ങൾ നയിക്കുന്ന എല്ലാ യുവ മക്കളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഇവിടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്താൻ സഹായിച്ചതിന് അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലേഖ, ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ നിള, അവൾ 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ജൂലൈ മാസമാണ്. ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാര്യമെന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറിക്കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടിയിൽ നിയോഗം വെച്ചത് അത് തന്നെയായിരുന്നു. കുറേ വർഷം കൊണ്ട് മദ്യപാനത്തിന്
എൻ്റെ കാര്യം കൊണ്ട് ബുദ്ധിമുട്ടുകയായിരുന്നു. കുടുംബജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വരികയും ഒരു 15 വർഷം കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഭാഗമായി അമ്മ മാതാവും തിരുകുമാരനും അത് ഞങ്ങൾക്ക് മാറ്റി തന്നു. ഇവിടെ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും അദ്ദേഹത്തിന് ദിവസവും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും അത് പൂർണ്ണമായി ഒഴിവാക്കി തന്നു. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു 10 വർഷം കൊണ്ട് തന്നെ വീട് വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവിടെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് 1 വർഷത്തിനകത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു വീട് വെക്കാൻ സാധിച്ചു. അതും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ആ വീട് വെക്കാൻ സാധിച്ചത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇവിടെ നിന്നുള്ള ഉപ്പ് ഞാൻ ഇടുമായിരുന്നു. വാർപ്പിൻ്റെ സമയത്തായാലും കട്ടള വെപ്പിൻ്റെ സമയത്തായാലും ഞാൻ അത് പ്രയോഗിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായി ഞങ്ങൾക്ക് സഞ്ചാരി മാതാവ് എന്ന നിലയിൽ തന്നെ അമ്മ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾക്കൊരു പുതിയ വീട് വെച്ച് തന്നു. കോൺട്രാക്റ്റ് ബേസിലാണ് അത് കൊടുത്തിരുന്നത്. എങ്കിലും ഞങ്ങൾ പെയിൻറ്റിൻ്റെ കളറോ ഒന്നും പറയില്ലായിരുന്നു. പുറത്തെ കളർ മാത്രം പറഞ്ഞു. പക്ഷേ കയറി വരുന്ന എൻട്രൻസിൽ സിറ്റൗട്ടിൽ തന്നെ അമ്മയുടെ ചാര നിറമാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഇതൊരു പള്ളിയുടെ രൂപമുണ്ടെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വീട് വെക്കാൻ സഹായിച്ചത്. അതിന് അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. വീട് വെച്ച് കഴിഞ്ഞിട്ടും നമ്മൾ പുതിയതായിട്ട് അവിടെ വീട് വെച്ചപ്പോൾ കിണർ ഉണ്ടാക്കി. പക്ഷേ ആ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അതായത് ആ വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. പിന്നെ കുളിച്ച് കഴിയുമ്പോഴും നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ വെള്ളപ്പൊടി പോലെ ശരീരത്തിലെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി കിണറിൻ്റെ അകത്ത് ഇടുകയും കിണറിന് ചുറ്റും ഇടുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി ഒരാഴ്ച ഞാൻ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആ വെള്ളം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പിന്നീട് ആ വെള്ളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല, ഒരു സ്മെല്ലും ഉണ്ടായില്ല. എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും അതും ഞങ്ങൾക്ക് മാറ്റി തന്നു. പിന്നെ അടുത്തത് പറയേണ്ടത്, വീട് വെച്ചെങ്കിലും ഗേറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാനൊരു സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുകയാണ്. അപ്പം വീട്ടിൽ രാവിലെ ആരും കാണത്തില്ല. പക്ഷെ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ സിറ്റൗട്ട് മൊത്തം നായ്ക്കൾ കയറി അലങ്കോലപ്പെടുത്തിയിടും. നായ്ക്കളുടെ ബ്ലഡും രോമവും എന്നും ആ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് എന്നും പറയും ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ഗേറ്റ് ഇടാൻ പറ്റണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാനും മോളും കൂടെ വെളുപ്പിനെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഗേറ്റ് ഇടാൻ പറ്റി. അതിനുശേഷം നായ്ക്കളുടെ ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നു. കോൺട്രാക്റ്റ് ബേസിൽ നമ്മൾ കൊടുക്കുമ്പോഴും ആ കോൺട്രാക്ടർ വന്ന് നമ്മുടെ അടുത്ത് ഓരോ ഘട്ടങ്ങളിലും പൈസ ചോദിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ ലോണൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോ പ്രാവശ്യവും കൊടുക്കാൻ പൈസ കുറവായിരുന്നു. പക്ഷേ അതെവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹം പറയുന്ന ഡേറ്റിൽ തന്നെ നമുക്ക് കുറേശ്ശെ ആ പൈസ കൊടുക്കാൻ സഹായിച്ചു. അതൊക്കെ എൻ്റെ അമ്മ മാതാവ് നടത്തി തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ മോളുടെ പഠിത്ത കാര്യം അവൾ തന്നെ പറയും. ആ പഠിത്ത കാര്യത്തിൽ അവൾക്ക് ഒത്തിരി സഹായം എൻ്റെ അമ്മ മാതാവ് നടത്തി തന്നു. പിന്നെ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ നമുക്കത് 3 വർഷം കൂടുമ്പോൾ അവിടുന്ന് ട്രാൻസ്ഫറായി പോകണം. അപ്പം വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ചെറിയ ഹോസ്പിറ്റലാണ്, അവിടെ നൈറ്റില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് അവിടെ ഞാൻ ഇപ്പോൾ ഒരു 16 വർഷമായി സർവീസ് കയറിയിട്ട് ഇതുവരെ ചെറിയ ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടില്ല. എല്ലായിടവും നൈറ്റ് ഉള്ളിടത്ത് തന്നെയാണ് ചെയ്തത്. അപ്പം മോള് 10ാം ക്ലാസ്സിലൂടെയാണ്. അപ്പോൾ എനിക്ക് ആ ചെറിയ ആശുപത്രി ജോലി ചെയ്യാൻ പറ്റുമോ മാതാവ് എന്ന് ചോദിച്ചതേ ഉള്ളൂ. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എനിക്ക് വേണ്ടി അവിടെ എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സിസ്റ്റർ പ്രൊമോഷനായി ട്രാൻസ്ഫറായി പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഒരു വേക്കൻസി വരുന്നുണ്ട്, നീ ഒരു റിക്വസ്റ്റ് കൊടുക്ക്, നിനക്കത് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ
അതായത് സാധാരണഗതിയിൽ ഒരു ട്രാൻസ്ഫറിന് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ 2-3 മാസം എടുക്കും. പക്ഷെ ഞാൻ അന്ന് DMOയിൽ തന്നെ പെട്ടെന്ന് സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് പിറ്റേന്ന് തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലമിട്ട് കുരിശ് വരച്ച് ഞാൻ ആ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് അന്നേ ദിവസം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് വന്നപ്പോൾ നമ്മൾ ഈ റിക്വസ്റ്റ് കൊടുത്താലും നമ്മുടെ യൂണിയൻ്റെ സെക്രട്ടറിക്കൊക്കെ കത്ത് കൊടുക്കണം. അപ്പോൾ അവരെ കണ്ടു വേണം കത്ത് കൊടുക്കാൻ. പക്ഷേ ഞാൻ അന്ന് അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ വരുമ്പോൾ യൂണിയൻകാർ പിരിവിനായിട്ട് വരുന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണമായും മനസ്സിലായി ഇത് മാതാവ്, അതായത് ഇത്രയും വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തെങ്കിലും യൂണിയൻകാർ നമ്മളെ തിരക്കിയൊന്നും വരാറില്ല, അവരല്ലാതെ ആരെങ്കിലും വന്ന് പിരിവ് നടത്തുകയോ ചെയ്യുന്ന. പക്ഷെ അന്ന് തന്നെ ഞാൻ വീണ്ടും ഒരു റിക്വസ്റ്റ് എഴുതി ഏരിയ സെക്രട്ടറിക്ക് കൊടുക്കാനായി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി അത് കൊടുത്തു. അതിൻ്റെ ഫലമായി 2 മാസം എടുക്കേണ്ട ട്രാൻസ്ഫർ ഒരാഴ്ചക്കകം റിക്വസ്റ്റ് ഓർഡർ വരികയും മ്യൂച്വലായിട്ട് എനിക്കും ആ സിസ്റ്ററിനെയും മ്യൂച്വലായിട്ട് കിട്ടുകയും ചെയ്തു. അതിൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് നടന്നത്. അതിനെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി എല്ലാ കാര്യങ്ങളിലും അമ്മ മാതാവ് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ അമ്മ മാതാവ് എന്നെ സഹായിക്കുന്നു. ഞാൻ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മാത്രമേ ഡ്യൂട്ടിക്ക് കയറാറുള്ളൂ. അതെൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ, എനിക്ക് അമ്മ മാതാവിനെയും തിരുകുമാരനെയും കുറിച്ച് മനസ്സിൽ ചിന്തിച്ചില്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് പോകത്തില്ല. അതൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അമ്മയുടെ സാന്നിധ്യം കുറേ പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉടമ്പടി ക്ലാസ്സിലിരിക്കുമ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒരു മണം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂടെ വന്ന് ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിക്കില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ഞാനും മോളും കൂടെ ഇവിടെ വരുന്ന വഴിക്ക് ആദ്യമായിട്ടാണ് അഖണ്ഡ ജപമാല റാലിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ആലപ്പുഴ അടുക്കാറായപ്പോൾ ഒരു ആകാശത്തേക്ക് നോക്കിയപ്പോൾ മഴവില്ല് കാണപ്പെട്ടു. ഞാനും മോളും അത് കുറേ നേരം കണ്ടു. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞാനും മോളും കൂടെ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ മോളോട് പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായെങ്കിൽ എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ആകാശത്തിൻ്റെ ഒരു മൂലയ്ക്കായിട്ട് ഒരു മിന്നൽ പോലെ, യഥാർത്ഥത്തിൽ മഴയോ ഒന്നും അന്നേരം ഇല്ലായിരുന്നു, ഒരു മിന്നൽ പോലെ കുറച്ച് നേരം ഒരു ഭാഗത്തായിട്ട് ഞങ്ങൾ രണ്ടും കണ്ടതാണ് മിന്നലായിട്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ മാതാവ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതുമാത്രമല്ല, ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. അതായത് ഞാനിങ്ങനെ വീടിൽ നിന്ന് കുറേ ദൂരത്തേക്ക് ഒരു യാത്ര ചെയ്യുകയാണ്. ആ യാത്രയെന്ന് പറയുന്നത് ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ തെങ്ങിൻ തോപ്പുകളുമുള്ള ഒരു സ്ഥലമായിട്ടാണ്. പക്ഷേ ആ സ്വപ്നത്തിൽ ഞാൻ പൈസ ഇല്ലാതാണോ എന്തോ കുറേ ഭാഗമായപ്പോൾ ഞാൻ ഇറങ്ങി നിൽക്കുന്നു ബസ്സിൽ നിന്ന്. അപ്പോൾ ഏതോ ഒരു അമ്മ വന്ന് എന്നെ പൈസ തന്ന് സഹായിക്കുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് എന്നെ ഇവിടെ വരുന്നതിന് മുന്നോടിയായിട്ട് എൻ്റെ അമ്മ മാതാവ് കാണിച്ചു തന്നെയാണെന്ന്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്, ഇവിടുന്ന് ആദ്യമൊക്കെ എനിക്കറിയില്ലായിരുന്നു, ഒരു 3 മാസം കൂടുമ്പോൾ വന്ന് മാത്രമേ പത്രം വാങ്ങിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ മാസവും വന്ന് ഞാൻ പത്രം മേടിക്കാറുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന വഴികളിലും വണ്ടി നിർത്തി കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ദിവസം ലീവ് എടുത്ത് തന്നെ ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അവരോട് പറഞ്ഞു. പിന്നെ കോളേജ് ക്യാമ്പസിലൊക്കെ പോയി ആ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തും ഞാൻ കൊടുക്കാറുണ്ട്. ആ പത്രം വിതരണം ചെയ്യുന്നതിന് മുമ്പേ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി ഏതെങ്കിലും ഒരു വചനം എഴുതിയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളരാൻ സഹായിച്ചു. സന്ധ്യാപ്രാർത്ഥനയിലും ഡെയിലി ബ്രെഡും എല്ലാ ദിവസവും ഞങ്ങൾ പങ്കുകാരാവും. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ തന്നെ കേട്ട് തീർക്കും. ചൊവ്വാഴ്ചകളിൽ കേൾക്കാൻ പറ്റിയില്ലേ, ആ വെള്ളിയാഴ്ചക്കകത്ത് തന്നെ ജപമാല എല്ലാ ദിവസവും ജപമാല ചെല്ലാറുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. ഇതൊന്നും നേരത്തെ അറിയത്തില്ലായിരുന്നു. ബൈബിൾ ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ അച്ഛൻ ഓരോ ധ്യാനത്തിലും പറയുന്ന ഓരോ വചനങ്ങൾ വെച്ചും ഇതൊക്കെ മനസ്സിലാവുന്നു. മനസ്സിലാവാത്ത കാര്യങ്ങൾ ഞാൻ കുറേ പ്രാവശ്യം വായിക്കാറുണ്ട്.
പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനൊരു സ്റ്റാഫ് നേഴ്സ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻ്റ്, അങ്ങനെയുള്ള പാവപ്പെട്ട ഗവൺമെൻറ് ആശുപത്രി ആയതുകൊണ്ട് കുറച്ച് പാവപ്പെട്ട രോഗികളാണെല്ലാം. അവർക്ക് എന്നെക്കൊണ്ടാവും വിധം സാലറി കിട്ടുമ്പോൾ സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് സെറിബ്രൽ പാൾസി ബാധിച്ച ഒരു കുഞ്ഞുണ്ട്. അത് മോളുടെ പ്രായമാണ്. ആ കുഞ്ഞിനെ എല്ലാ മാസവും ഞാൻ വിസിറ്റ് ചെയ്യും. എന്നെക്കൊണ്ടാവും വിധം സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളെ ഉയർത്തിയതിന് ആദ്യം തന്നെ അമ്മ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു. എൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലാണ് അമ്മ മാതാവും ക്രിസ്തുവച്ചനും ഞങ്ങളെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. ഞാൻ ഓരോരോ മത്സരങ്ങൾക്കും മറ്റും പോകുമ്പോൾ ഉടമ്പടി ഉപ്പും തൈലവും കാശുരൂപവും കൊണ്ടാണ് പോകാറുള്ളത്. ഞാൻ ക്യൂസ് മത്സരങ്ങൾക്ക് പോകാറുണ്ട്. അതേപോലെ തന്നെ കലോത്സവങ്ങൾക്കും ശാസ്ത്രമേളകൾക്കും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാം സ്കൂളിൽ നിന്ന് സെലക്ട് ആയിട്ട് പോകുമ്പോൾ ഞാൻ പോകുന്നിടത്ത് ഉപ്പ് ഞാൻ വിതറാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ തൈലം ഞാൻ തേച്ചിട്ടാണ് ഓരോ പ്രോഗ്രാമും ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളത്. അതിനകത്തെല്ലാം എന്നെ വിൻ ചെയ്യാനായിട്ട് എൻ്റെ അമ്മ മാതാവും യേശു അച്ഛനും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരിക്കലും അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഒരു 0 മെറിറ്റുള്ള ആളാണ് ഞാൻ. അതുപോലെ തന്നെ ഒരു കാര്യവും പ്രോപ്പറായിട്ട് ചെയ്തു പോകാത്ത ഞാൻ ഒരിക്കൽ അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോഴാണ് ഞാനും പ്രാർത്ഥനയിലേക്ക് വന്നത്. ഞാൻ ഇന്ന് വരെയും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 9th പഠിക്കുന്ന സമയത്താണ് ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്ക്രൈബ് എഴുതാനായിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ 10th പഠിക്കുന്ന ആ ചേച്ചിയുടെ ചാപ്റ്റേഴ്സൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ എക്സാംസും ആ ചേച്ചിയുടെ എക്സാംസിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ തന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ ആ ക്ലാസ് റൂമിൻ്റെ ഒരു സൈഡിൽ വിതറിയായിരുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. എനിക്കതിനകത്ത് ഒരു ചോദ്യം പോലും അറിയത്തില്ലായിരുന്നു. എന്തുവാ എഴുതേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ എഴുതി. ഏറ്റവും അവസാനം വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ അവിടെ നിന്ന് ടീച്ചറിൻ്റെ കൊടുത്തു. അങ്ങനെ ഞാൻ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന്. ആ 3 പേരെയും ജസ്റ്റ് പാസ്സാക്കണേ മാതാവിന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. റിസൾട്ട് വന്നു. ആ ചേച്ചിക്ക് 5 A+ നൽകി അമ്മ മാതാവ് ആ ചേച്ചിയെയും സഹായിച്ചു. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ എനിക്ക് ധാരാളം രോഗങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഉടമ്പടി ഉപ്പിൻ്റെയും തൈലത്തിൻ്റെയും സഹായം വഴി, തേനിൻ്റെയും സഹായം വഴി രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയേറെ അനുഭവങ്ങൾ നൽകിയ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കാൻ എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും സഹായിക്കുമെന്നാണ്. എനിക്ക് എല്ലാ മാസവും ഇവിടെ വരണമെന്നും ഉടമ്പടി പത്രം വാങ്ങിക്കണമെന്നും ഇവിടെ പ്രാർത്ഥിക്കണമെന്നും വലിയ ആഗ്രഹമാണ്. അത് എനിക്ക് ഇനിയും നേടിത്തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 ജീവിതത്തിലെ വേദനകളും ആശങ്കകളും പ്രശ്നങ്ങളും ഭയങ്ങളുമെല്ലാം നാം ഒറ്റയ്ക്ക് വഹിക്കേണ്ടവരല്ല. ഉടമ്പടി ജീവിതത്തിൽ കൃപാസനം അമ്മയുണ്ട് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാൻ. ദൈവം തന്നെ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്. വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കുലുങ്ങുകയില്ല, തകർന്നു പോവുകയില്ല. അങ്ങനെയുള്ള ഒരു വലിയ സാക്ഷ്യമാണ് ലേഖ എന്ന സഹോദരിയും മകൾ നിളയും നമ്മളോട് ഷെയർ ചെയ്തത്. 15 വർഷത്തോളവും മദ്യപാനത്തിലിരുന്ന ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്. അക്രൈസ്തവ മക്കളാണ്. എല്ലാവർക്കും വിശ്വാസമാകണമെന്നില്ല. ഈ അമ്മയും മകളും വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് 15 വർഷമുണ്ടായിരുന്ന മദ്യപാനമാണ് ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചത്. പിന്നീട് അമ്മ തന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അമ്മയുടെ സാന്നിധ്യം. വഴിയും സ്ഥലവും ഒന്നും അറിയാതെ ആലപ്പുഴയിലേക്ക് അഖണ്ഡ ജപമാല റാലിക്ക് വരുമ്പോൾ മഴവില്ലിൻ്റെ രൂപത്തിൽ മക്കളെ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് അമ്മ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മഴവില്ലിൻ്റെ സാന്നിധ്യത്തിൽ, ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ആ മക്കൾ ഇവിടെ എത്തിയത് അഖണ്ഡ ജപമാല റാലിക്ക്. പിന്നീട് എപ്പോഴെങ്കിലും അമ്മ കൂടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴെല്ലാം അമ്മയുടെ സാന്നിധ്യം അമ്മ വെളിപ്പെടുത്തുകയാണ്. മിന്നൽ വെളിച്ചത്തിൽ കൂടെ പോലും ഈ മക്കൾ ഒരു മഴ പോലും ഇല്ലാത്ത ദിവസത്തിൽ, ഒരു മിന്നൽ വെളിച്ചത്തിൽ
ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ ആ സാന്നിധ്യം, ആ കൂടെ വരവ്, ആ കൂടെയുള്ള ദൈവത്തിൻ്റെ ആ സ്നേഹം, ഉറപ്പ്, വാത്സല്യം, കാരുണ്യം എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സങ്കീർത്തനം 55 പറഞ്ഞതുപോലെ നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളുമെന്നാണ്. ഈ മക്കളും അതുപോലെ തന്നെയാണ്. ഭാരമായ കണ്ണീരോടെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നത്. പക്ഷെങ്കിൽ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചപ്പോഴോ അതെല്ലാം ഏറ്റെടുക്കുന്ന കർത്താവിൻ്റെ സ്നേഹമാണ് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് അനുഭവിക്കാൻ സാധിച്ചത്. തന്നെയുമല്ല ഇവരുടെ കാരുണ്യ പ്രവൃത്തികളെല്ലാം മറ്റുള്ളവരെ സ്നേഹിക്കുക, സെറിബ്രൽ പൾസിയായ ഒരു കുട്ടിയെ സഹായിക്കുകയും മറ്റുള്ളവരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായ ഈ മകൾ ഹോസ്പിറ്റലിൽ പോയി മറ്റുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുക. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് സ്വപ്നത്തിൽ കൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എല്ലാ കാര്യവും അന്ന് വന്നപ്പോഴത്തേന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുപോലും അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈശോയുടെയും അമ്മയുടെയും ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാ ഭാരങ്ങളും താങ്ങിക്കൊള്ളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഉറപ്പുള്ളത് ദൈവം കൈവിടില്ല എന്നാണ്. അവിടുന്ന് നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ്. കൃപാസനം പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷയിലൂടെയും എല്ലാം നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കുലുങ്ങാൻ അനുവദിക്കാത്ത ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് കൃപാസനം അമ്മയുടെ സംരക്ഷണയിൽ, മധ്യസ്ഥതയിൽ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലേഖയ്ക്കും മകൾ നിളയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.